കറന്റ് MRC ഒരു സോൺ എൻട്രി എടുത്തിട്ടില്ല. ഈ ഓക്കെ, MRC വണ്ടികളെല്ലാം ഈ ഒരു സോണിനകത്തോട്ട് കയറുകയാണ്. ഈ ഒരു ബിൽഡിംഗ് അവർ ഹാർഡ് റഷ് ചെയ്യാനാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ബിൽഡിങ്ങിലോട്ട് അവരെല്ലാവരും വന്ന് കുത്തിയിട്ടുണ്ട്. ദ ഗോഡ്, അതേപോലെ തന്നെ മാധവൻ ഉണ്ണി, അതേപോലെ തന്നെ അലക്സ് ഡെവോർ, ജിൻ സക്കായി, എല്ലാവരും അടങ്ങുന്ന പ്ലേയേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ഹാർഡ് റഷ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ EVXന്റെ ഒരു വണ്ടി ഓൾറെഡി ഈ ഒരു ഏരിയയിൽ പൊസിഷൻ എടുത്ത് ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. EVXന്റെ അടുത്തൊരു വണ്ടി സ്ക്രീൻ വണ്ടി ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. MRC ഈ പ്രൊണൗൺസ് ആയിട്ട് നടക്കുന്ന വണ്ടി നല്ലൊരു സ്പ്രേ വന്ന് അവരവിടുന്ന് ഫോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണ് മേളിൽ നിന്ന് നല്ലൊരു സ്പ്രേ ആണ് സിദ്ധുവിന് വരുന്നത്. സിദ്ധു അവിടുന്ന് ബാക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. സിദ്ധുവിന് നല്ലൊരു ടാഗ് കിട്ടി. സിദ്ധുവിനെ അവർക്ക് പിക്ക് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് നല്ലൊരു ആംഗിൾ ആയിരുന്നു അത്. ആ ഒരു ആംഗിൾ അവർക്ക് എന്താണെന്ന് പറയുക, ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു പിക്ക് കൺഫേം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഏത് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും ആ ഒരു ടീമിന് അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ മാപ്പ് നോക്കുകയാണെങ്കിൽ നിൽക്കാൻ മനസ്സിലാവുന്നത്. കാരണം പകുതി ലെഫ്റ്റ് സൈഡ് പകുതി MRCയുടെ കയ്യിലുമാണ് കൺട്രോൾ, അതേപോലെ തന്നെ റൈറ്റ് സൈഡ് പകുതി EVXന്റെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നത്. സോ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വൈ ഗിവിംഗ് ടു മച്ച് പ്രിഫറൻസ് ടു മാലിക് എൽ പരിപാടി ബ്രോന്നോ? എടാ കിലി ഗിബ്രാനെ അവൻ കളിക്കും, മനസ്സിലായ? അതുകൊണ്ടാണ് അവൻ അത്ര റെഫറൻസ് കൊടുക്കുന്നത്, മനസ്സിലായ? അവന് ബ്രെയിൻ യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാ. നല്ലൊരു സ്പ്രേ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, കളിപ്പിക്കും. അതാണ് അവൻ അത്ര പ്രിഫറൻസ്. അവര് വണ്ടി എടുത്ത് ഇവിടുന്ന് മൂവ് ഔട്ട് ആവാന്ന് തോന്നുന്നു. ഫ്ലഫി അതിന്റെ മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവിടെ സോൺ ഇല്ല. ഫ്ലഫി ആ ഒരു കോർണറിൽ വണ്ടി ഇട്ട് ഇൻഫോ എടുക്കുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇക്രമോൻ ഇവിടെ ആംഗിൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിലാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറന്റ് സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ EVXന്റെ പ്ലേയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫ്ലഫി ഇൻഫോ എടുത്തിട്ടുണ്ട്. ഫെക്സിറോ ആൻഡ് റാഷ്ഫോർഡ് ഇവിടെ ഈ ഒരു ഏരിയ എത്തിയിട്ടുണ്ടെന്ന് ഇൻഫോ ഫ്ലഫിക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫ്ലഫി ആ ഇൻഫോ അവിടെ പാസ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ വണ്ണ നല്ലൊരു സ്പ്രേ അവിടുന്ന് ആ ഒരു ആംഗിൾ നല്ലൊരു സ്പ്രേ. ബട്ട് അവിടെ ഫ്ലഫിനെ പിക്ക് ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ MRCയിൽ ബുള്ളൊപ്പി, ദി ഗോഡ്, മാധവൻ ഉണ്ണി, അലക്സ് ഡെവോർ എല്ലാവരും ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അടുത്തൊരു സോണ് എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കായിരിക്കും അഡ്വാൻറ്റേജ്. കാരണം ഈ ഒരു പകുതിയിൽ EVXന്റെ സുര, മെസ്സിഗോഡ്, അതേപോലെ കൈസക്കു, സിദ്ധു, ചിറക്കൽ ശ്രീഹരി എല്ലാവരും ഈ ഒരു ഏരിയയിൽ കറന്റ്ലി ഇൻഫ്ലുവൻസ് എടുത്തിട്ടുണ്ട് EVXന്റെ. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ MRC മൊത്തത്തിൽ ആ ഒരു ഏരിയയിലാണ് ഇൻഫ്ലുവൻസ് എടുത്തിരിക്കുന്നത്. സോ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിഞ്ഞിരിക്കുന്നത്. ഫ്ലഫി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലഫി അവിടെ ഇറങ്ങി വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്രമോനും ഫ്ലഫിയും ആ ഒരു ഏരിയയിൽ നിന്ന് ഇൻഫോ ഇപ്പോഴും സ്റ്റിൽ എടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു പ്ലേയേഴ്സ് കയറി ഫയർ ചെയ്താൽ നല്ലൊരു ഇക്രമോന് നല്ലൊരു സ്പ്രേ. ഫ്ലെക്സിറോടെ പക്ക ഫ്ലെക്സിറോ അതിന്റെ മണ്ടക്കോട്ട് കയറുന്നുണ്ട്. അവിടുന്ന് എല്ലാവരും കൂടെ ഫ്ലെക്സിറോടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു പിക്ക് അവർക്ക് ഡാമേജ് അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഫ്ലെക്സിറോയ്ക്ക് ഹെൽത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്ക്രീമാണ് ഇവിടെ ഈ വണ്ടി ഇട്ട് ഈ ഒരു ഏരിയയിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ദ ഗോഡ് അവിടുന്ന് ബൈഫൂട്ട് ഇറങ്ങി വരുന്നുണ്ട്. കറന്റ്ലി അടുത്തൊരു സോണിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. കാരണം അടുത്ത സോണിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു രണ്ടുപേരും കളിക്കുന്നത്. ആർക്ക് സോൺ കിട്ടിയാലും അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കളിയായിട്ട് ഇത് മാറുകയും ചെയ്യും. സോണ് കിട്ടാൻ തരുന്നോളൂ എല്ലാരും. സ്ക്രീൻ ഇവിടുന്ന് നല്ലൊരു സ്പ്രേ ഫ്ലഫിക്ക്. ഫ്ലഫി അവിടെ തിരിച്ച് നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. സ്ക്രീൻ വണ്ണിന് ഈ ഒരു ആംഗിൾ ഫ്ലഫിക്ക് കൺട്രോൾ കിട്ടിയിരിക്കുകയാണ്. കറന്റ്ലി ഫ്ലഫി ഇക്രമോട്ടൊക്കെ അവിടെ ഇറങ്ങി അടിക്കാനാണ് പറയുന്നത്. ഫെലിക്സ് ഹീറോ കയറി ഫ്ലഫി അവിടെ സ്പോട്ട് ചെയ്ത് ഫെലിക്സ് ഹീറോക്ക് നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. റാഷ്ഫോർഡ് നല്ല ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഫെലിക്സ് ഹീറോ അതിന്റെ മണ്ടക്കോട്ട് കയറി ഫ്ലഫി തിരിച്ച് വണ്ടി കയറാൻ നോക്കുന്നുണ്ട്. ഫ്ലഫിക്ക് നല്ലൊരു ടാഗ്. ഫ്ലഫി കവർ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാധവനുണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിറങ്ങിയിട്ടുണ്ട്. സ്ക്രീമാണ് അവിടെ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. ഇക്രമോൻ ആ ഒരു ഏരിയയിലുണ്ട്. മാധവനുണ്ണി നല്ലൊരു സ്പ്രേ കൊടുത്ത് അവിടെ വിടുന്നുണ്ട്. മാധവനുണ്ണി അവിടെ സ്ക്രീമണിനെ സ്പോട്ട് ചെയ്തില്ല.
സ്ക്രീമൺ അവിടുന്ന് സോൺ ഔട്ടിലോട്ട് വണ്ടി ഓടിച്ച് മാറിയിട്ടുണ്ട്. മിസ് കേട്ടോ. ഹലോ ടെൻഷൻ ആവുന്നു. അടുത്ത സോൺ ഇനി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമുക്കറിയാം അടുത്തൊരു സോൺ എങ്ങോട്ടാണ് വരാൻ പോകുന്നതെന്ന്. മോസ്റ്റ്ലി ആ ഒരു സോൺ കൺട്രോൾ കിട്ടുന്നവരായിരിക്കും ഈ കളി ജയിക്കാൻ പോകുന്നത്. നമ്മളെ നല്ലൊരു ഇക്രിമോൻ ഈ ഒരു ആദ്യത്തെ ഇതാണ്. സോൺ മൊത്തത്തിൽ ഷിഫ്റ്റായി വന്നിരിക്കുന്നത് ഇവിഎക്സിന്റെ സൈഡിലോട്ടാണ്. ഇവിഎക്സിനാണ് ഈ ഒരു സോണിന്റെ ഫുൾ അഡ്വാൻറ്റേജ് കറന്റ്ലി കിട്ടിയിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MRC നിൽക്കുന്ന പകുതിയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് MRC EVX നിൽക്കുന്ന ഏരിയയിലോട്ട് വരണം. ബട്ട് EVX ഓൾറെഡി അവിടെ എല്ലാ ഏരിയകളിലും ഇൻഫ്ലുവൻസ് എടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. MRCക്ക് ഇനി വേണ്ടത് ഒരു പിക്കാണ്. EVXന്റെ ഒരു പിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ EVX MRCനെ അടിക്കാൻ വേണ്ടി ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. ബട്ട് MRC ആ ഒരു പിക്ക് എടുക്കാൻ ഇനി MRC എന്താണ് പറയുക, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി EVX എല്ലാം സോൺ ഇന്നിലായതുകൊണ്ട് തന്നെ അത് ആ ഒരു പിക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. അല്ലാത്ത EVXന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരാത്ത പക്ഷം നമുക്ക് കണ്ടറിയാം MRC എന്താണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലഫി അവിടെ കുത്തിയ ഫ്ലഫിയുടെ വണ്ടി നടക്കുന്നുണ്ട്. നല്ലൊരു സ്പ്രേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതെന്തോന്നിത്? ഓ MRC എല്ലാവരും അവിടെ ഓപ്പണിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് MRC എല്ലാവരും ഓപ്പണിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ബട്ട് ആ ഒരു സ്പ്രേ ചെയ്യാൻ മാത്രം അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ MRC സേഫ് ആണ്. അവരുടെ വണ്ടികളുടെ ടയർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. MRCക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മാറേണ്ടി വന്നിരിക്കുകയാണ്. ബട്ട് അവരുടെ വണ്ടികളിൽ തന്നെ ഏകദേശം ഭൂരിഭാഗം വണ്ടികളുടെയും ടയർ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 2 വണ്ടികളുടെ ഭാഗികമായും ഒരു വണ്ടിയുടെ ഇല്ല എല്ലാത്തിനും ഭാഗികമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 ടയർ വന്നിട്ട് എല്ലാ വണ്ടിയും പോയേക്കുന്നത്. ഓക്കെ, MRC ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് അവിടെയും അവർക്ക് വഴി മുടങ്ങിക്കിടക്കുകയാണെന്ന് തോന്നുന്നു. അവർക്ക് എൻട്രി എടുക്കാനുള്ളൊരു വഴി ഓപ്പൺ ആയിട്ടില്ല. EVX പ്ലേയേഴ്സ് ഓൾറെഡി ആ ഒരു സോണിൻ്റെ എഡ്ജിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ തിരിച്ച് ഈ ഒരു വഴി തന്നെ തിരിച്ച് വരികയാണ് സോണിൻ്റെ അകത്തോട്ട് വരാൻ വേണ്ടി. ഒസാക്ക കെൻസോ ഇവർ ഓക്കെ അവർ ഡയറക്റ്റ് വന്ന് ആ ഒരു ഏരിയയിൽ ഒന്ന് വണ്ടി കുത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. MRC എല്ലാവരും ആ ഒരു ഏരിയയിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാ പ്ലേയേഴ്സും ലിറ്ററലി അവിടെയാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 12 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ 12 പ്ലേയേഴ്സും ആ ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നു. മാധവനുണ്ണി ബൈഫുട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. സീൻസുര അവിടെ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. എന്തോ ആണോ എങ്ങനെ അതേ ഉള്ളത്. ഫ്ലഫി അവിടെ വണ്ടിയിൽ തന്നെ കളിച്ചോണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്പ്രേ സീൻസുറയുടെയും അതേപോലെ തന്നെ സിന്ധുവിൻ്റെ സൈഡിൽ നിന്ന്. ബട്ട് അവിടെ അറിയാതെ പോലും തെന്നിപ്പോയാൽ തറയെ വീഴുന്ന ഒരു ഏരിയയാണത്. വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ MRCക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും. എന്താണ് MRC ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്? MRCക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോയേ മതിയാവൂ. ആണോ ഇല്ല അല്ലേ? അതൊന്ന് റെഡി ആയിരുന്നല്ലോ. ഇപ്പൊ അവര് കൂടിയെന്ന് തോന്നുന്നു കേട്ടോ. ഓ നല്ലൊരു ടാഗ് സിദ്ധുവിന്റെ സൈഡിൽ നിന്ന് ഇക്രുമോൻ തിരിച്ച് ആ ഒരു കവറിലോട്ട് കയറിയിട്ടുണ്ട്. പ്രണർ സൈഡിന്റെ സ്ക്രീമോണിന്റെ നല്ലൊരു ടാഗ് സ്ക്രീമോൺ ആ ഒരു ഏരിയയിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫ്ലഫി റൊട്ടേറ്റ് ചെയ്ത് ബാക്കിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഫ്ലഫി റൊട്ടേറ്റ് ചെയ്ത് ബാക്കിൽ എത്തിയിരിക്കുകയാണ് ഇൻഫോ എടുക്കാൻ വേണ്ടിയിട്ട്. എവിടെയൊക്കെ ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഒരു ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടുന്നുണ്ട് കേട്ടോ. ഒരു ഫുൾ റൊട്ടേഷൻ എടുത്ത് ഫ്ലഫി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്യാൻ സാധിച്ചെന്ന് തോന്നുന്നു ഫ്ലഫിക്ക്. അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻ സക്കായ്, ബുൾ, അലക്സ് ഡെവോർ, കുറുപ്പുടനി, പ്രണവ് സൈഡൻ, ചാരൻ ഡിയോസ്, ഗോഡ്, സൈ മാലിക്, ബ്രൂസ് എല്ലാവരും ഈ ഒരു ഏരിയയിൽ സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടായിരിക്കും?
ഒരു സോൺ ഷിഫ്റ്റിംഗ് കൂടെ ബാക്കിയുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MRC മൊത്തത്തിൽ ഈ ഒരു ഏരിയ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. MRC വീണ്ടും പൊട്ടിയോ? എത്ര വട്ടം പൊട്ടുന്ന ഇപ്പം? അതാ Let them play guys, enjoy the tough. Unwanted അത് chats കേറുന്നത് risk ആട്ടോ. ഈ വണ്ടിക്കകത്താണോ ഇവർ ഐഡിയൽ സ്റ്റാറ്റസ്? എന്താ